Hi dear students, welcome back to the online sessions of KTCT College of Arts and Science, Kallambalam. I am Asmi H, Assistant Professor, Department of Economics, KTCT CAS. In this session, I am dealing with the first module of this paper, that is Role of ICT in Economics. Now I am directly going to discuss about the second part of this module, that is NICNET. NICNET stands for National Informatics Center. National Informatics Center എന്നതാണ് നിക്നെറ്റിൻ്റെ പൂർണ്ണരൂപം. It is a satellite-based national informatic network under the Government of India. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടർ കീഴിലുള്ള നേഷൻ വൈഡ് സാറ്റലൈറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ് നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്റർ. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1987. 1987 നിക്നെറ്റ് സ്ഥാപിതമായത്. It is an attached office under the Ministry of Electronics and Information Technology. The Ministry of Electronics and Information Technology is known as the parent organization of NICNET. The Ministry of Electronics and Information Technology യാണ് നിക്നെറ്റിൻ്റെ പാരൻ്റ് ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്നത്. ഇതുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഓഫീസാണ് നിക്നെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് വാസ് ലൊക്കേറ്റഡ് അറ്റ് ന്യൂഡൽഹി. നിക്നെറ്റിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. നിതാ വർമ്മ, ഹു ഈസ് ദി പ്രസൻറ്റ് ഡയറക്ടർ ജനറൽ ഓഫ് നിക്, നിതാ വർമ്മയാണ് ഇപ്പോഴത്തെ നിക്കിൻ്റെ ഡയറക്ടർ ജനറൽ. ഡോക്ടർ എൻ ശേഷഗിരി വാസ് ദി ഫസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് എ നെറ്റ്വർക്ക് സിസ്റ്റം ഇൻ ഇന്ത്യ ഈസ് കോൾഡ് നിക്നെറ്റ്. ഇന്ത്യയിൽ സാറ്റലൈറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമായ നിക്നെറ്റ് എന്ന് പറയുന്ന സിസ്റ്റത്തെ ആദ്യമായി ഡെവലപ്പ് ചെയ്തത് ഡോക്ടർ എൻ ശേഷഗിരിയാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് വിസാറ്റ് നെറ്റ്വർക്ക് ഇൻ ദി വേൾഡ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വെരി സ്മോൾ അപ്പാച്ചോ ടെർമിനലുകളിൽ ഒന്നാണ് നിക്നെറ്റ് എന്നത്. The NICNET provides computing and two-way data communication infrastructure to aid planning and monitoring of schemes and decision-making activities. നിക്നെറ്റ് എന്നത് ഒരു ടു-വേ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടിംഗ് നെറ്റ്വർക്കാണ്. ഗവൺമെൻറ്റിൻ്റെ വിവിധ തരം പ്രവർത്തനങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പദ്ധതികൾ നിരീക്ഷിക്കുന്നതിനും ആവശ്യമുള്ളപ്പോൾ സഹായ ആസൂത്രണം നടത്തുന്നതിനും വളരെ ഫലപ്രദമായ ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണിത്. It can be available to all organizations engaged in specific project and program. സ്പെസിഫിക് പ്രോഗ്രാംസ് ആൻഡ് പ്രോജക്റ്റുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഓർഗനൈസേഷനും ഒരേ സമയം ഉപയോഗിക്കാവുന്ന ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ് നിക്നെറ്റ്. The NICNET exchange information between district and state and then to the center. സാറ്റലൈറ്റിലൂടെ ഒബ്റ്റെയിൻ ചെയ്യുന്ന വിവരങ്ങളെ നിക്നെറ്റ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് സ്റ്റേറ്റിലേക്കും സ്റ്റേറ്റിൽ നിന്ന് സെൻട്രലിലേക്കും കൈമാറ്റം ചെയ്യുന്നു. As a result, the central and state government will have an interactive information-based infrastructure for decision support at all level. ഇത്തരത്തിൽ വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് ഓരോ ലെവലിലും അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നു. The network facilitates മോണിറ്ററിംഗ് ഓഫ് വൈറ്റൽ സോഷ്യോ എക്കണോമിക് പ്രോജക്റ്റ്. വളരെ പ്രധാനപ്പെട്ട സാമൂഹിക സാമ്പത്തിക പദ്ധതികളുടെ നിരീക്ഷണത്തിന് ഗവൺമെൻറ്റിനെ സഹായിക്കുന്നു. സെക്കൻഡ് വൺ, ഓൺലൈൻ റിട്രൈവൽ ഫ്രം ഡേറ്റാബേസസ് ആൻഡ് അപ്ഡേറ്റിംഗ്. വളരെ പെട്ടെന്ന് വ്യത്യസ്തമായ ഓൺലൈൻ ഡേറ്റാബേസുകളുടെ സഹായത്തോടുകൂടി വിവരങ്ങളെ വീണ്ടെടുക്കുകയും അവയെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. തേർഡ് വൺ, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് എക്സ്പെൻസീവ് കമ്പ്യൂട്ടർ റിസോഴ്സസ്. വില കൂടിയ കമ്പ്യൂട്ടർ റിസോഴ്സസുകളുടെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ, അതായത് മാക്സിമം ഓർ മിനിമം യൂട്ടിലൈസേഷന് ഗവൺമെൻറ്റിനെ സഹായിക്കുന്നു. ഫോർത്ത് വൺ, എമർജൻസി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അടിയന്തര ഘട്ടങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ വാർത്താവിനിമയ ഉപാധിയായി പ്രവർത്തിച്ചുകൊണ്ട് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് വിവരങ്ങൾ വളരെ പെട്ടെന്ന് കൈമാറ്റം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിന് വളരെ എളുപ്പത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഷെയറിംഗ് ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ടൂൾസ്. ആധുനിക സോഫ്റ്റ്വെയർ ടൂളുകളുടെ കൈമാറ്റത്തിന് ഗവൺമെൻറ്റിനെ സഹായിക്കുന്നു. ആൻഡ് ലാസ്റ്റ് വൺ, ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ.
വളരെ പെട്ടെന്ന് സാറ്റലൈറ്റിൻ്റെ സഹായത്തോടു കൂടി ഇൻഫർമേഷനെ കളക്ട് ചെയ്ത് ഇൻഫർമേഷനുകളെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് വ്യാപിപ്പിക്കാനായിട്ട് നിക്നെറ്റിന് സാധിക്കുന്നുണ്ട്. Next, services of NIC. The following are the major services performed by NIC. First one, file transfer. File transfer is the transmission of a computer file through a communication channel from one computer system to another. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കമ്മ്യൂണിക്കേഷൻ ചാനൽസുകളുടെ സഹായത്തോടു കൂടി കമ്പ്യൂട്ടർ ഫയൽസുകളെ ട്രാൻസ്മിഷൻ നടത്തുന്ന രീതിയാണ് ഫയൽ ട്രാൻസ്ഫർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Second one, email. Email is a method of exchanging messages between people using electronic devices. ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്യുന്ന വ്യക്തികൾ തമ്മിൽ ഡിവൈസിൻ്റെ സഹായത്തോടു കൂടി പരസ്പരം വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ഡേറ്റ ബ്രോഡ്കാസ്റ്റിംഗ്. ഡേറ്റ ബ്രോഡ്കാസ്റ്റിംഗ് ഈസ് ദി ബ്രോഡ്കാസ്റ്റിംഗ് ഓഫ് ഡേറ്റ ഓവർ എ വൈഡ് ഏരിയ വയ റേഡിയോ വേവ്സ്. റേഡിയോ ആക്റ്റീവ് തരംഗങ്ങളുടെ സഹായത്തോടു കൂടി വിവരങ്ങളെ ഒരു വൈഡ് ഏരിയകളിൽ സംപ്രേഷണം ചെയ്യുന്ന രീതിയാണ് ഡേറ്റ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഫയൽ ട്രാൻസ്ഫറിങ്, ഇമെയിൽ, ഡേറ്റ ബ്രോഡ്കാസ്റ്റിംഗ്, റിമോട്ട് ഡേറ്റാബേസ് ആക്സസ് തുടങ്ങിയ സർവീസസുകളിലൂടെ നിക്നെറ്റ് എന്ത് ചെയ്യുന്നു, വളരെ പെട്ടെന്ന് ഒരിടത്ത് നിന്ന് മറ്റൊരു ഇടത്തേക്ക് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വ്യാപിപ്പിക്കുന്നുണ്ട്. Next, programs of NIC. The following are the major programs performed by NIC. First one, speedy court case trials. A successful experiment through video conferencing between the jail and courts. ജയിലും കോർട്സും തമ്മിൽ വീഡിയോ കോൺഫറൻസിങ്ങിൻ്റെ സഹായത്തോടു കൂടി വിവിധ തരം കേസുകളിൽ ഡിസിഷൻ എടുക്കുന്ന എക്സ്പെരിമെൻ്റ്, ഒരു സക്സസ്ഫുൾ എക്സ്പെരിമെൻ്റാണ് ഇതെന്ന് പറയുന്നത്, സ്പീഡി കോർട്ട് കേസസ് ട്രയൽസുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, റിഡ്രസൽ ഓഫ് പബ്ലിക് ഗ്രീവൻസസ്. ഇറ്റ് ഈസ് ദി ഓൺ ഗോയിങ് പ്രോഗ്രാം ഓഫ് ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ത്രൂ നിക്നെറ്റ്. അതായത് നിക്നെറ്റിൻ്റെ സഹായത്തോടു കൂടി ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിൽ നടത്തി വരുന്ന ഒരു ഓൺ ഗോയിങ് പ്രോഗ്രാമാണ് റിഡ്രസൽ ഓഫ് പബ്ലിക് ഗ്രീവൻസസ്. ഇത് പ്രധാനമായും വീഡിയോ കോൺഫറൻസിങ്ങിൻ്റെ സഹായത്തോടു കൂടി ഒരു സ്റ്റേറ്റ് ആ സ്റ്റേറ്റിൻ്റെ വിവിധ ഏരിയാസുകളിലുള്ള ആക്ടിവിറ്റീസുകളെ നോക്കിക്കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആക്ടിവിറ്റീസിന്മേൽ ഡിസിഷൻ എടുക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. റിഡ്രസൽ ഓഫ് പബ്ലിക് ഗ്രീവൻസസിൽ പ്രധാനമായും വരുന്നത്. നെക്സ്റ്റ്, IT in Indian courts. It is a landmark project covering the all levels of courts in India. ഇന്ത്യയിലെ എല്ലാ കോടതികളിലും ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അവൈലബിൾ ആക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, നിക്നെറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണ് IT in Indian courts എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് വൺ, അഗ്മാർക്ക് നെറ്റ്. ഇറ്റ് പ്രൊവൈഡ് ഗ്ലോബലൈസേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ. ഇന്ത്യൻ അഗ്രികൾച്ചറിനെ ആഗോളവൽക്കരണം നടത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി നിക്നെറ്റിൻ്റെ സഹായത്തോടു കൂടി ഗവൺമെൻറ് തുടങ്ങി വെച്ച പ്രോഗ്രാമാണ് അഗ്മാർക്ക് നെറ്റ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും ഹോൾസെയിൽ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിൽ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകളുടെ പ്രൈസിനെ കുറിച്ച് ഇന്ത്യൻ മാർക്കറ്റിലെ ഫാമേഴ്സിന് വിവരങ്ങൾ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ്, ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകളിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇമ്പോസ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് നിക്നെറ്റിൻ്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കിയ പ്രോഗ്രാമാണ് ഇതെന്ന് പറയുന്നത്, ഈ പഞ്ചായത്തുകളെന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.